മാഗ്നറ്റിക് മാസ്കിംഗ് ആണോ മാജിക് മാസ്കിംഗ് ആണോ ഏറ്റവും പെർഫെക്റ്റ് ഉള്ള കാര്യം നമ്മൾ നോക്കാൻ പോവാണ്. ഇത് രണ്ടും ഒരു സോഫ്റ്റ്വെയറിൽ വരുന്നതല്ല, ഒന്ന് FCPയിലും ഒന്ന് ഡാവിഞ്ചിയിലും വരുന്നതാണ്. അതേപോലെ ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതും അതേപോലെ സബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഈ രണ്ട് സോഫ്റ്റ്വെയറിലും സെയിം വീഡിയോസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡാർക്കൂൾ VFX സ്റ്റുഡിയോ. ആദ്യം തന്നെ ഞാൻ FCPയുടെ അകത്ത് ഈ ഒരു സിമ്പിൾ വീഡിയോ, അതായത് ഒരാളിങ്ങനെ നിൽക്കുന്നൊരു വീഡിയോ, കുറച്ച് മൂവ്മെൻറ്റ് ഉണ്ട് കേട്ടോ. മൂവ്മെൻറ്റ് ഉള്ളതിലാണല്ലോ മെയിനായിട്ട് കട്ടിങ്ങിൻ്റെ ആവശ്യമില്ല. അതിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് FCPയിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ എഫക്ട് പാനലിൻ്റെ അകത്ത് വന്നു. അതായത് എഫക്ട് പാനൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ മാസ്കിങ് ആൻഡ് കീ എന്ന് കാണാൻ പറ്റും. അതിനകത്ത് മാഗ്നറ്റിക് മാസ്ക് എന്ന് കാണാൻ പറ്റും. അതിന് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ആഡ് ചെയ്തു. ഇപ്പോൾ നമ്മൾ വീഡിയോ ഇൻസ്പെക്ടർ മെനുവിലാണെന്ന് കൺഫേം ആക്കിയ ശേഷം ഈ ആളുടെ മേത്ത് ഇതേപോലെ ഒരു കളർ പിക്കർ കാണാൻ പറ്റും. അത് വെച്ച് ഒരു പിക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ അല്ലേ? ഇപ്പോൾ നമുക്ക് വേണ്ട ഏരിയാസ് നമുക്ക് ഇതേപോലെ പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, രണ്ടാമത്തെ പോയിന്റ് ആഡ് ചെയ്തു, മൂന്നാമത്തെ പോയിന്റ് ആഡ് ചെയ്തു. അതായത് ഡ്രാഗിങ് അല്ല ഇവിടെ വരുന്നത്, നമുക്ക് വേണ്ട പോയിന്റുകൾ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാണ്. കണ്ടോ, നേരത്തെ ഞാൻ ആഡ് ചെയ്ത പോലെ ഇതേപോലെ രണ്ട് ഡോട്ടിട്ടപ്പം തന്നെ ഇപ്പോൾ പിക്കായി, ഓൾമോസ്റ്റ് റൗണ്ട് സെലക്റ്റഡ് ആയി. ഇനി നമുക്കിതിനെ അനലൈസ് എന്നൊരു ഓപ്ഷൻ കണ്ടോ, ഇതാണ് ഇവിടെ ട്രാക്കിംഗ് എന്ന് പറയുന്നത്. അനലൈസ് നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ഒരു മൈനസ് എടുത്തുകൊണ്ട് മൈനസ് ചെയ്യാം. ഇവിടെ ഞാനൊന്ന് അനലൈസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കട്ടായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിനെ കറക്റ്റായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്ത ശേഷം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡൺ അടിച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആകും. കണ്ടോ, നല്ല അടിപൊളി എന്ന് തന്നെ പറയാം അല്ലേ, നല്ല അടിപൊളിയായിട്ട് കട്ടായിട്ടുണ്ട്. ഇനി ഇതേ സെയിം വീഡിയോ നമുക്ക് ഡാവിഞ്ചി റിസോൾവ് സ്റ്റുഡിയോയുടെ അകത്ത് ഒന്ന് നോക്കാം അല്ലേ. ഈ ഒരു ഓപ്ഷൻ സ്റ്റുഡിയോ വേർഷനിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സ്റ്റുഡിയോ വേർഷനിൽ നമുക്ക് ചെയ്ത് നോക്കാം. നേരെ ഫ്യൂഷൻ പേജിൻ്റെ അകത്തേക്കാണ് പോകുന്നത്. നമുക്ക് കളർ പേജിലും ചെയ്യാൻ പറ്റും, ഫ്യൂഷനിലും ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ ഫ്യൂഷനിൽ ചെയ്യാം. ഇവിടെ നമുക്ക് മാജിക് മാസ്ക് എന്നാണ് ഇതിൻ്റെ പേര്. മാജിക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാജിക് മാസ്ക് നമുക്ക് ഇവിടേക്ക് ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നേരത്തെ അതേപോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ നമ്മൾ പോയിന്റ് സെലക്ട് ചെയ്യുക, അല്ലാതെ നമുക്ക് വേണ്ട ഭാഗം ഒന്ന് ഇതേപോലെ വരച്ച് കൊടുക്കുകയാണ്. ഓക്കെ, കറക്റ്റാണ്, നല്ല അടിപൊളിയായിട്ട് കട്ടായിട്ട്. ഇനി നമുക്ക് ബാക്ക്വേർഡ് ഫോർവേഡ് ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഫാസ്റ്റർ എന്നുള്ളൊരു മോഡിലിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ ബെറ്റർ എന്നുള്ള ഓപ്ഷൻ കൂടെ ഉണ്ട്. എന്തെങ്കിലും എറർ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ബെറ്ററിലിട്ട് ചെയ്ത് നോക്കാം. എറർ കാണിക്കുന്നുണ്ടല്ലേ, ഇവിടെയൊക്കെ ഒത്തിരി മങ്ങിപ്പോയിട്ടാണ് പൊങ്ങി വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് റീസെറ്റ് ചെയ്തിട്ട് ബെറ്റർ ഓപ്ഷനിലേക്ക് കൊടുത്തു നോക്കാം. അപ്പോൾ ഞാൻ ആ ഒരു ട്രാക്കിങ് ഒഴിവാക്കി വീണ്ടും ബെറ്റർ എന്നുള്ളൊരു ഓപ്ഷനിൽ കൊണ്ടിട്ട് വീണ്ടും ഒന്ന് ആളെ സെലക്ട് ചെയ്യാണ്. എവിടെയും വിട്ടുപോയില്ല എന്ന് തോന്നുന്നു. ഒന്നുകൂടെ ട്രാക്ക് ചെയ്ത് നോക്കാം. കമ്പാരിറ്റീവ്ലി സ്പീഡിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. രണ്ടും ഏകദേശം ഒരേ സ്പീഡിൽ തന്നെയാണ് ട്രാക്ക് ആകുന്നത് അല്ലേ. ഇവിടെ ഒരു പ്രത്യേകത കൂടെ കാണുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടാണ് ട്രാക്കിംഗ് കാണിക്കുന്നത്. നേരത്തെ FCPൻ്റെ അകത്താണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ ആയിരുന്നു ട്രാക്കിംഗ് കാണിച്ചുകൊണ്ടിരുന്നത്. എന്നാലും ഒരു സെലക്ഷൻ വിൻഡോ അതിൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ചെറിയൊരു ഡിസ്ട്രോഷൻ ഉണ്ടല്ലേ എവിടെയൊക്കെ ആയിട്ട്. ഇവിടെയൊക്കെ ചെറിയൊരു ഇളക്കം പോലെ ഉണ്ട്. ആ ഒരു സംഭവം നമുക്ക് FCPയുടെ അകത്ത് ഉണ്ടോ നോക്കാം. അത് ഇവിടെയും വരുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് സൈഡിലൊക്കെ. പക്ഷെ അത് നമുക്ക് വലുതായിട്ട് ബാധിക്കുന്നൊരു പ്രശ്നങ്ങളല്ല. അപ്പോൾ നമ്മൾ രണ്ടും കമ്പയർ ചെയ്ത സമയത്ത് വലിയൊരു വ്യത്യാസമൊന്നും ഇല്ലാതെ രണ്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് മുടിയുടെ അറ്റം വരെ ക്രോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, രണ്ടുപേരും ഏകദേശം ഒരേ മോഡലിൽ തന്നെയാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടുകൾ റിമൂവ് ചെയ്ത് തന്നത്. ഇനി ബാക്ക്ഗ്രൗണ്ടായിട്ട് വളരെയധികം കളർ മാച്ചിങ് ഉള്ളൊരു വീഡിയോ ആണ്. ഇതിൻ്റെ അകത്ത് നമുക്കൊന്ന് മാഗ്നറ്റിക് മാസ്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഞാൻ സ്പീഡായിട്ട് പോട്ടെ, നേരത്തെ പറയുന്ന കാര്യങ്ങളൊന്നും ഇനി പറയണ്ടല്ലോ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൈനസ് ആഡ് ചെയ്യാനുള്ള ആവശ്യമുണ്ട്. ഇവിടെ നമ്മൾ വേണ്ടാത്ത ഭാഗങ്ങൾ ഇതേപോലെ മായ്ച്ചു കൊടുക്കണം. മൈനസ് വരുന്ന സമയത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യല്ല, ജസ്റ്റ് ഇതേപോലെ മായ്ച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ കൃത്യമായിട്ട് മായ്ച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അനലൈസ് കൊടുക്കാം. അവിടെ തലയാണിട്ട് അവിടെ ഇത്തിരി പുറത്തുനിന്ന് പിടിച്ചിട്ടുണ്ട് അല്ലേ, കറക്റ്റായിട്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കളർ മാച്ചിങ് ആണ് അതിൻ്റെ കാരണം. ബാക്ക്ഗ്രൗണ്ട് കളർ നോക്കിയാണ് മിക്കവാറും ഇവർ പിടിക്കുന്നുണ്ടാവുക. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വൃത്തികേടായിട്ടുണ്ട് അല്ലേ.
ഇവിടുന്ന് അങ്ങോട്ട് വലിയ കുഴപ്പമില്ല. എന്നാലും ചില ഫ്രെയിമുകൾ കട്ട് ഓഫ് ആയി പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കട്ടായിട്ട് വരുന്ന പോലെ തോന്നുന്നുണ്ട്. ഈ സെയിം സംഭവം നമുക്ക് ഡാവിഞ്ചിൻ്റെ അകത്തൂടെ ചെയ്തിട്ട് അനലൈസ് ചെയ്യാം. നേരെ ഡാവിഞ്ചിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഞാൻ ഫ്യൂഷൻ്റെ അകത്ത് തന്നെ വന്നു. ഫ്യൂഷനിൽ നമുക്ക് ഇതേപോലെ മീഡിയ പൂൾ ഓൺ ചെയ്ത് ഇവിടുന്ന് ആഡ് ചെയ്യാൻ പറ്റും. മാജിക് മാസ്ക് എടുത്തുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഷിഫ്റ്റ് സ്പേസ് അടിച്ച് മാജിക് മാസ്ക് എടുത്തിട്ട് ഇനി എവിടെയും ഒരു മിസ്സിങ് വരണ്ട. നേരത്തെ പോലെ വരയ്ക്കാനുള്ള ഓപ്ഷൻ അല്ലേ നമുക്ക് ഇവിടെ ഉള്ളൂ, സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. ഇനി ഇവിടെ നമുക്ക് ഇതിലും മൈനസ് ഉണ്ട്. ഈ ഒരു മൈനസ് എടുക്കാം. അപ്പോൾ ഇതൊക്കെ ആ ശരീരത്തിലുള്ള ഡ്രസ്സാണെന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ് ഇവരെയൊക്കെ പ്ലസ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് ട്രാക്ക് ചെയ്യാൻ പോവുകയാണ്. കൊള്ളാലെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നേരത്തതിനേക്കാളും ബെറ്റർ ആയിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒഴിവാക്കിയ ഭാഗങ്ങൾ, ആ കുട്ടി മുന്നോട്ടേക്ക് ആയുന്നൊരു സീനുണ്ട്, മുന്നോട്ടേക്ക് ചാഞ്ഞ് വരുന്നത്. ആ സമയത്ത് തലയാണ പൊങ്ങി വരുന്ന ഒരു സീനാണ് മറ്റേതിൽ FCPയിൽ കാണാൻ പറ്റിയത്. ഇതിൽ കുട്ടി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് തലയാണ കട്ടായിട്ട് പോകുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ മൈനസ് ഇട്ട ശേഷം FCPയിൽ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. FCPൻ്റെ അകത്ത് ഞാൻ തിരിച്ച് വരികയാണ്. അപ്പോൾ ഈ ഒരു ട്രാക്കിങ് ഞാൻ ഡണ്ണ് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്കൊന്ന് മാറ്റി ട്രാക്ക് ചെയ്യണം. അപ്പോൾ ഒരു ട്രാക്കർ പോയിന്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇനി ഏതായാലും ആദ്യം മുതൽ ചെയ്യാൻ വേണ്ടി ട്രാക്കർ മൊത്തത്തിൽ മുകളിൽ ഇവിടെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇവിടെ നമുക്ക് മാസ്കിനെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഞാൻ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇതിന് മാഗ്നറ്റിക് മാസ്ക് വീണ്ടും ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെലക്ട് ചെയ്തു. ആ ഒരു വരുന്ന ഭാഗം തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് അങ്ങനെ ഡീസെലക്ട് ചെയ്ത് കൊടുക്കാം അല്ലേ. ഇനി ഇവിടെ ഡീസെലക്ട് ചെയ്തു. ഇതിലിങ്ങനെ ഒന്നുകൂടെ ഡീസെലക്ട് ചെയ്യുകയാണേ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കുക എന്നേ ഉള്ളൂ. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല കേട്ടോ. നമുക്കിതിൻ്റെ അകത്ത് FCPയിൽ ചെയ്യുന്നവർക്കും കിട്ടണമല്ലോ. ഓക്കെ, വീണ്ടും ഞാൻ ഇപ്പോൾ കറക്റ്റ് മാസ്കിംഗ് ആണ്. ഇനി ഒന്നുകൂടി ചെയ്ത് നോക്കുകയാണ്. എന്നിട്ട് നമ്മൾ വിലയിരുത്തും. അപ്പോൾ വിലയിരുത്താൻ ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മൾ ആ ഒരു കളറ് നോക്കി പൊക്കിയ സമയത്ത് ഇവന്മാർ പൊക്കിക്കഴിഞ്ഞു. എന്തിനാണ് തലയാണിനെയും കൂടെ കൂട്ടിയാണ് പൊക്കിയേക്കുന്നത് അല്ലേ. അത് നമുക്കൊരു സങ്കടമുള്ള വാർത്തയാണ്. എന്നാലും ഇവിടെ ഡാവിഞ്ചി എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഡാവിഞ്ചി തന്നെയാണ് ബെറ്റർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഈ ട്രാക്ക് ചെയ്ത് വെച്ച് ഇതിൽ മൈനസ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അറിയില്ല. ഇവിടേക്ക് വന്നിട്ട് നമുക്ക് മൈനസ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്ന് മൈനസ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അറിയില്ല. പറ്റുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു ട്രാക്കിംഗ് പോയിന്റ് നമ്മൾ ആഡ് ചെയ്തു വീണ്ടും. ഇനി ഒന്ന് നമുക്ക് വെറുതെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ അവിടുന്ന് മുന്നോട്ടേക്ക് മാറ്റി അനലൈസ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ അത്ര കുറ്റം പറയേണ്ട കാര്യമല്ല. രണ്ടാമതൊരു പണിയെടുക്കണം. രണ്ടാം പണി എന്ന് പറഞ്ഞ പോലെ ഒരു പണിയെടുക്കണം എന്നല്ലാതെ ആള് പക്ഷെ ബാക്ക്വേർഡും ട്രാക്ക് ആവുന്നുണ്ട്. ഇനി നോക്കാം. ഓക്കെ, മറ്റൊരു ട്രാക്കിംഗ് പോയിന്റ് അയാൾ വില വെക്കുന്നില്ല. ബാക്കോട്ടേക്ക് പോയി. വലിയൊരു കുഴപ്പമില്ല അല്ലേ. ഇപ്പോൾ നമ്മൾ ആ ഒരു മൈനസ് രണ്ടാമത് ആഡ് ചെയ്ത് കൊടുത്ത സമയത്ത് ഇവിടെ ഇനിയും പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് ആ പ്രശ്നം തുടങ്ങുന്നത് നോക്കാം. നമുക്ക് ഏകദേശം ഇവിടെ നിന്നാണ് ആ പ്രശ്നം തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും മൈനസ് ഇവിടെ മൈനസ് ചെയ്ത് കൊടുക്കാം. ഇത്തവണ നമുക്ക് അനലൈസ് ചെയ്യുന്ന ബാക്ക്വേർഡ് മാത്രം അനലൈസ് ചെയ്ത് നോക്കാം അല്ലേ. മുന്നോട്ടേക്ക് നമ്മൾ ഓൾറെഡി കറക്റ്റ് കിട്ടിയോണ്ട് ഇനി മുന്നോട്ടേക്ക് അനലൈസ് ചെയ്യണ്ട. ഇവിടുന്ന പോലെ ഇവിടേക്ക് ഒരു ജമ്പ് വരുന്നുണ്ട്. അവിടെയും നമുക്കൊന്ന് കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇതേപോലെ നമുക്ക് കീ ഫ്രെയിം ഇട്ട് മാസ്കിങ് ചെയ്യുമ്പോഴുള്ളൊരു പരിപാടിയാണ് വീണ്ടും സംഭവിക്കുന്നത്. അപ്പോൾ പോട്ടെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടുതൽ കളിക്കുന്നില്ല. ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു കളർ നോക്കി പിടിക്കുന്ന കാര്യത്തിൽ ഡാവിഞ്ചി ജയിച്ചു, മറ്റേ ബോണ്ട ജയിച്ചു, ശാസ്ത്രം തോറ്റു എന്ന് പറഞ്ഞ പോലെ ഡാവിഞ്ചി ജയിച്ചു, FCP തോറ്റു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ നോക്കാം അല്ലേ. ഇതിന് വേണ്ടി ഞാൻ ഈ മീഡിയ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് എന്ന് നമുക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ട് ഈ മാജിക് മാസ്ക് മൊത്തത്തിലൊന്ന് റീസെറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തൊട്ട് ചെയ്യാൻ പറ്റും. പുതിയ ഇങ്ങനെ ആഡ് ചെയ്ത് പോകണ്ടല്ലോ. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് നല്ലൊരു മൂവിങ് ഉള്ള ക്ലിപ്പാണ്. ഇനിയിപ്പോൾ അതിലേക്ക് അധികം പോകണ്ടല്ലോ. നമുക്ക് 2 പേരൊന്ന് ചെയ്ത് നോക്കാം. ഈ ക്ലിപ്പൊന്നും ഇനി വേണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. 2 പേര് ഓടുന്നൊരു സീനുണ്ട്. ഇതും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണക്ട് ചെയ്തു, മാജിക് മാസ്കിൽ ക്ലിക്ക് ചെയ്തു. നമുക്ക് വേണ്ട ആദ്യത്തെ കല്യാണ ചെക്കനെ ആഡ് ചെയ്തു, കല്യാണ പെണ്ണിനെ ആഡ് ചെയ്തു. ഇനി കല്യാണ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണ്ട. കല്യാണ ബാക്ക്ഗ്രൗണ്ടിനെ നമുക്ക് കളയാം. അയ്യോ, ഇവിടെ കൈ കട്ടായിപ്പോയി. കല്യാണത്തിന് അന്ന് തന്നെ ആത്മഹത്യയായി പോയിന്. ഇനി ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്കാം അല്ലേ. എന്താ രസം. 2 യുവമിഥുനങ്ങൾ യൂക്കാലിറ്റസ് മരങ്ങൾക്കിടയിലൂടെ ഓടിത്തളർന്ന് ഉല്ലസിച്ച് നടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പിടിച്ചു ഇവിടെ മുടി പോയി. മുടി അങ്ങനെ ആടാൻ പാടില്ലായിരുന്നു അല്ലേ. കുറച്ചും കൂടെ നമ്മൾ
ശരിക്കും ഈ ഒരു മാസ്കിങ്ങൊക്കെ ശരിക്കും യൂസ് ചെയ്ത് നമ്മൾ അടങ്ങി നിന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊരു പ്ലാനിങ്ങോട് കൂടി ഷൂട്ട് ചെയ്ത സംഭവത്തിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം കൂടി ഓർക്കണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഫാസ്റ്ററാണ് ചെയ്ത്, അവിടെ നമുക്കൊരു തെറ്റ് പറ്റിയില്ല. വീണ്ടും നമ്മൾക്കൊന്ന് ബെറ്ററിലേക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. വീണ്ടും പിടിച്ചു. ഇതുപോലെ ഗതികെട്ടവൻ ഞാനല്ലാതെ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവുമോ ദൈവം കർത്താവേ എന്ന് ചോദിച്ച പോലെ, ഷാജി ബാബൻ ചോദിച്ച പോലെയാണ് സംഭവം. അവിടെ പൊക്കി. അതുപോട്ടെ, നമുക്ക് FCP ഇത് എങ്ങനെ തരും നോക്കാം. മതിമുട്ടേ, അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നിട്ടുണ്ട്, ഇഷ്ടമായി. ഇനി FCPൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓപ്ഷൻ മാറ്റാനുള്ള ഐഡിയ ഒന്നുമില്ല. നേരെ ആദ്യം മുതലേ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു, വലിയൊരു പണിയൊന്നുമില്ല. മാഗ്നറ്റിക് മാസ്ക് ഇവിടേക്ക് ആഡ് ചെയ്തു, എന്നിട്ട് മാസ്കിൽ ക്ലിക്ക് ചെയ്തു. നമുക്ക് വേണ്ട ഏരിയ, പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വെറുതെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും സെലക്ട് ആകുന്നത് കൊള്ളാം. ഇനി അനലൈസ് ചെയ്യണേ. മോനെ അടിപൊളി. നേരത്തെ അതുപോലെ അല്ല, അത്യാവശ്യം കളറുകൾ പിക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൽ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് നല്ല വെറൈറ്റി ആയിട്ടാണ് കളർ നിൽക്കുന്നത്. പക്ഷേ ആ മുടി ചില സമയങ്ങളിൽ ഇപ്പോഴാണ് ചുവന്ന മാസ്കൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ. ഇതിന് മുന്നേ ഒന്നും സെലക്ട് ആയില്ലേ. എന്തായാലും നമുക്കൊന്ന് ഡൺ അടിച്ച് നോക്കാം ബാക്ക്ഗ്രൗണ്ട് പോയിട്ടുണ്ടോ എന്നുള്ളത്. ഒന്ന് പ്ലേ ചെയ്യണേ. പക്ക നേരത്തെ ആ വെള്ളമുടി പ്രശ്നം ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഈ ഒരു ജമ്പിങ്ങിൽ ഇവിടെ അല്ല, ഇവിടെ എവിടെയോ ഇവിടെ ഇത് സംഭവം കിടിലം. നമ്മുടെ ഈ ബെറ്റർ ഓപ്ഷനേക്കാളും നന്നായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടോ അവിടെ ബെറ്റർ ഓപ്ഷനിൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ഇട്ട് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ടത് മനസ്സിലാവും. ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ടോട് ഇവിടേക്ക് ആഡ് ചെയ്താൽ മതി, വലിയ പണിയുള്ള കാര്യമല്ല. ഈ ഒരു പോർഷനിൽ നമുക്ക് ശരിക്ക് ആ ഒരു വെള്ള ബാക്ക്ഗ്രൗണ്ട് മുടിയിൽ കയറുന്നുണ്ട്. എത്ര സമയം? ഒരു 79ാമത്തെ ഫ്രെയിമൊക്കെ ആകുമ്പോഴേക്കും. ഇവിടെ പക്ഷേ സെക്കൻഡിലാണല്ലേ കാണിക്കുക, ഫ്രെയിം അല്ലല്ലോ. ഇവിടെ പക്ഷേ കണ്ട ആ കറക്റ്റായിട്ട് കട്ടായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ക്ലാപ്പ് നമ്മൾ ഇപ്രാവശ്യം FCP ആണ് വിജയിച്ച്. കൊള്ളാം അല്ലേ? അപ്പോൾ നമുക്ക് രണ്ടുപേരെ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. ഇനി നേരത്തെ ഇതേപോലെ തന്നെ ഒരു ക്ലിപ്പാണ്. ഇവിടെ 3 പേരുണ്ട്, ഒരു അച്ഛനില്ല അല്ലെ, ഒരു അമ്മയും 2 കുട്ടികളാണെന്ന് വിചാരിക്കുക. ഇവരെ ആഡ് ചെയ്തു. ഇനി ചേച്ചിയും 2 അനിയത്തിമാരാണെന്നും പറയാൻ പറ്റില്ല കോലം കണ്ടിട്ട്. എവിടേക്ക് മാഗ്നറ്റിക് മാസ്ക് ആഡ് ചെയ്തു. നമ്മൾ ആദ്യം ചേച്ചീനെ സെലക്ട് ചെയ്തു, പിന്നെ 2 കുട്ടികളെയും സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി മൈനസ് എടുക്കുക അല്ലേ. മൈനസ് എടുത്തിട്ട് ഇവിടെ എവിടെയോ മൈനസ് ചെയ്ത് കൊടുക്കാണ്ടല്ല, ഇവിടെ മൈനസ് ചെയ്ത് കൊടുക്കാണ്ട്. ഇവിടെ ശരിക്കും കളർ തന്നെയാണ് കേട്ടോ പിക്ക് ചെയ്യുന്നത്. ആ ഒരു ചുവപ്പ് കളർ ഇങ്ങോട്ട് വരുന്നതുകൊണ്ടാണ് കൂടുതലായിട്ട് ആ ഏരിയ അത് പിക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഉറപ്പിക്കാൻ പറ്റും ഇവർ കളറ് ആണ് പിക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഇത്തിരി മിസ്സിങ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് പ്ലസ് കൊടുത്തിട്ട് ഇത്തിരി ഇവിടേക്ക്, അത്രയൊന്നും വേണ്ട അല്ലേ, പ്ലസ് കൊടുക്കുക മാത്രമല്ല. അങ്ങനെ നിൽക്കട്ടെ, നമുക്കൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കാം. അലൈസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന പ്രത്യേകത വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് വേറെ ഓപ്ഷനില്ല. ഫെദറും ഒരു മാസ്കിങ്ങിൻ്റെ ഓപ്ഷൻ, 2 കാര്യങ്ങൾ മാത്രമേ ഇവിടെ കാര്യമായിട്ട് കാണാനുള്ളൂ. ഇപ്പം നമുക്ക് ഇവിടെ വന്ന് ഡൺ അടിക്കണം എന്നില്ല. ഇവിടെ വന്നിട്ട് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് പോകും കേട്ടോ. മാഗ്നറ്റിക് മാസ്ക് എഴുതി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് പോകും. അത് ഡൺ തന്നെയാണ് ആക്ച്വലി. കുഴപ്പമില്ല അല്ലേ? പക്ഷേ ഇവിടെയൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്ക് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. നേരത്തെ പറഞ്ഞാൽ ഇതൊന്നും പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്തതല്ല, നല്ല ലൈറ്റിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്തതാണ്. നമ്മൾ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ കളറും ഡ്രസ്സുമായിട്ടൊന്നും യാതൊരു മാച്ചും ഇല്ലാത്ത കളർ ഇട്ടിട്ട് ഈ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യുന്ന പോലെ തന്നെയുള്ള ചെറിയ പരിപാടിയാണ് ഈ സംഭവം. നല്ല സ്പീഡിൽ തന്നെ വന്നിട്ടുണ്ടോ. ഇവിടെ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടില്ലേ. ഓക്കെ, ഇനി നമുക്ക് നേരെ ഫ്യൂഷൻ്റെ അകത്ത് പോവാം. ഫ്യൂഷ ഇതിൽ വന്നിട്ട് റീസെറ്റ് ചെയ്തു. അവിടെ വിത്ത് ഫാമിലി യു വിൽ നോട്ട് സീ എനി മിനിറ്റ്സ് ഇൻ ദ ഹൗസ് ഓഫ് മൈ ഡോട്ടർ ആൻഡ് വൈഫ് എന്ന് പറഞ്ഞ പോലെ നോക്കാം. മാസ്ക് ഇട്ടിട്ട് ആരാണ്? യു വിൽ നോട്ട് സീ ദ ബാക്ക്ഗ്രൗണ്ട് എനി മിനിറ്റ്സ് ഇൻ ദ ഹൗസ് ഓഫ് ദീസ് 2 ഡോട്ടർ ആൻഡ് ഏതവൻ്റെയോ ഒരു വൈഫ്. ഞാനിങ്ങനെ ചളി അടിക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര ബോറടിക്കുന്നുണ്ടാവില്ലേ? എനിക്കും ബോറടിക്കുന്നുണ്ടാവും അവിടെ ഇങ്ങനെ കുത്തിരുന്നിട്ട്. അപ്പം ഞാൻ കുറച്ച് ചളിയൊക്കെ അടിക്കുക. കട്ട് ഓഫ് ആയി. ഇത് അവിടെ കട്ടായിട്ടോ, അവിടെ ചെറുതായിട്ടൊന്ന് കട്ടായി. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടും ഒക്കെ ഏകദേശം ഒരേ കളർ വരുന്നതുകൊണ്ടാണ്
വലിയൊരു കുഴപ്പമില്ലാതെ റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കൺക്ലൂഷനിലെത്തിയ ഈ 2-3 വീഡിയോ വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും കൺക്ലൂഷനിലെത്താൻ പറ്റില്ല. എന്നാലും നമ്മളൊരു കൺക്ലൂഷനിലെത്തിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിനും പോരായ്മകൾ കുറച്ചുണ്ട്. രണ്ടും നല്ല അഡ്വാൻസ്ഡ് ആണ്. പോരായ്മ എന്നൊന്നും പറയാൻ തന്നെ നമ്മൾ പാടില്ല. കാരണം എന്താ പറയുക, ഈ ഒരു സോഫ്റ്റ്വെയർ ഇങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് ചിന്തിക്കാൻ പോലും നമുക്കറിയില്ല. അറിയുന്നവരുണ്ടാവും കേട്ടോ നിങ്ങളൊക്കെ. പക്ഷേ എൻ്റെ ഒന്നും ഒരു ഇതിൽ ഇതെങ്ങനെ എത്ര കോഡിങ് എത്ര കഷ്ടപ്പെട്ട് ഞാൻ ചെറിയ പാക്കേജുകൾ ഉണ്ടാക്കി സെല് ചെയ്യാറുണ്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാനിതൊക്കെ ഈ ഒരു ഫ്യൂഷൻ വെച്ചിട്ടൊക്കെയാണ് അത് ചെയ്യുന്നത്. എന്നാൽ തന്നെ ഇത് ആ ഒരു എഫക്റ്റ് ആക്കിയിട്ട് നമ്മൾ ഈ ഒരു ഇതേപോലെ ആഡ് ചെയ്ത് കൊണ്ടുവരുമ്പോഴേക്കും എടുക്കുന്നൊരു സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും. നമ്മൾ മാസ്കിങ് ടൈം ലൈനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അതേപോലെ കളർ ഗ്രേഡിങ് ടൈം ലൈനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് ഫ്രീ എഫക്ട്സും കുറച്ച് ഗ്രീൻ സ്ക്രീൻ റിമൂവലൊക്കെ പോലത്തെ എഫക്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ എനിക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണെന്ന്. അപ്പോൾ ഇത് ചെയ്തവർക്ക് എന്തായാലും വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് രണ്ടിൻ്റെതായ പോരായ്മകളും ഗുണങ്ങളും നമ്മൾ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. നീ പിന്നെ എന്തിനാണ് ഇത് ചെയ്തത് നിങ്ങൾ ചോദിക്കില്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ എനിക്ക് കാണിച്ചു തരാമെന്നേ വിചാരിച്ചുള്ളൂ. എനിക്കും കാര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല ഏതാണ് നല്ലതെന്ന്. ഞാൻ എൻ്റെ ഒരു മുൻധാരണ ഉണ്ടായിരുന്നു ഡാവിഞ്ചി ആയിരിക്കും ബെറ്റർന്ന്. കാരണം ട്രാക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഡാവിഞ്ചി ആയിരുന്നു ബെറ്റർ. ആ ഒരു കാര്യത്തിൽ FCP ഇപ്പോൾ നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. ഏതായാലും ഈ 11 വേർഷനിൽ അടിപൊളി മാജിക് മാസ്കിങ് തന്നെയാണ് വന്നത്. അപ്പോൾ എന്തായാലും ഞാൻ മുന്നോട്ടേക്ക് ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കും, വീഡിയോസ് ഇനിയും കണ്ടു നോക്കും, ഏതാണ് ബെറ്റർ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ടെലഗ്രാം, ഫേസ്ബുക്ക്, ഓർഡറായിട്ട് പഠിക്കാൻ വേണ്ടി വെബ്സൈറ്റിൻ്റെ ലിങ്ക്, പർച്ചേസ് എന്തെങ്കിലും ചെറിയ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ, നമ്മൾ ഇതേപോലെ എഫക്റ്റുകളൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.